ഇന്ന് കുറച്ച് പുല്ല് വെട്ടാൻ വന്നേക്കുവാ കേട്ടോ. നല്ല വിശാലമായി കിടക്കുന്ന സ്ഥലം, നിറച്ചും പുല്ല്. എവിടെ നിന്ന് വെട്ടി തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കിവിടെ നിന്ന് തുടങ്ങാം. വേണ്ട. ഹായ്, ഹലോ. നമ്മളിന്ന് പുല്ലുവെട്ടൽ മഹാമഹമാണ്. പുല്ലുവെട്ടൽ ഉണ്ടോ? നല്ല അടിപൊളി പുല്ലുകൾ നിൽക്കണേ. ഇത് നമുക്ക് വെട്ടിയെടുക്കാം. ഓക്കെ. കഴിഞ്ഞ ദിവസമൊക്കെ രാവിലെ വന്നു കഴിഞ്ഞപ്പം മഴവെള്ളമായിരുന്നു. മഴയൊക്കെ പെയ്തതിന് ഭയങ്കര പുല്ലിന് കട്ടിയായിരുന്നു. അപ്പം എന്നാൽ ഇച്ചിരി വെയിലായിട്ട് വരാമെന്ന് വിചാരിച്ച് വെയിലായിട്ട് വന്നപ്പോൾ വെയിൽ താങ്ങാൻ പറ്റണില്ല. അമ്മാതിരി ചൂടാണ്. എന്നാലും ആദ്യം വെട്ടി ഇച്ചിരി വെയിലുള്ള സ്ഥലത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ക്ഷീണിച്ച്. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി മാറ്റിച്ച് തണലത്തോട്ട് മാറാം. ഇപ്പോഴത്തെ വെയിലിനൊക്കെ എന്താ ചൂട്. പണ്ടത്തെ സ്റ്റാമിനയൊക്കെ പോയി. നന്നായി പുല്ല് വെട്ടിക്കൊണ്ടിരുന്ന ആരോ കണ്ണു വെച്ചെന്ന് തോന്നണേ. അപ്പോൾ എന്തായാലും ഒരു കെട്ട് പുല്ലൂടെ വെട്ടാനുണ്ട് കേട്ടോ. അത് വെട്ടിയിട്ടേ ഇന്ന് പോകുന്നുള്ളൂ. 2 ദിവസം റെസ്റ്റ് എടുക്കാനുള്ള.
2 ദിവസത്തേനുള്ള പുല്ലാണ് ഒരുമിച്ച് കിട്ടണേ. അത് ഓട്ടോയുടെ ഡിക്കി കയറ്റിയിട്ട് പതിയെ നമ്മൾ വീട്ടിലോട്ട് പോകും. ഇന്നിപ്പോൾ ഞാൻ എല്ലാ ദിവസവും ചേട്ടായി വരുന്ന കേട്ടോ. ഇന്നിപ്പോൾ ഇന്ന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു 10 മണിക്ക്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ പുള്ളി ചോദിച്ചു ഇന്ന് വീഡിയോ എടുക്കാൻ പോകുന്ന പോക്കാന്ന്. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ എടുത്തേക്കാം, സ്വസ്ഥമായിട്ടിരുന്ന് പുല്ല് വെട്ടാലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് പോകുന്നതാണ്. ഇനിയിപ്പം ചാക്കിൽ നിറച്ച് കയറ്റണം, പിന്നെ വണ്ടിയിൽ കൊണ്ടിടണം, പിന്നെ ഒറ്റപ്പോക്ക്. അതാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ, ഇതിപ്പോൾ ഡിസംബർ മാസമാണ്. ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും പുല്ലിന് നല്ല ക്ഷാമമായിരിക്കും. പിന്നെ കണ്ണാരയായിരുന്നു നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന പശുവിന്. നേരത്തെയൊക്കെ ഒരു കാനിക്ക് 2 രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. 25 രൂപയ്ക്കായിരുന്നു ഞാൻ ആദ്യം കാനി വാങ്ങിക്കണേ. പിന്നെ അത് 35 വരെയായി. അത് വന്നു കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാണ്ടായി. കാരണം ഓക്കയുടെ വില 1360 നിന്ന് 1560 വരെ എത്തി. അപ്പോൾ അതും ഇതും എല്ലാം കൂടെയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പറ്റത്തില്ല. പിന്നെ പശുവിൻ്റെ ആരോഗ്യമാണല്ലോ നമുക്ക് മുഖ്യം. അപ്പോൾ അത് വിചാരിക്കുമ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. കാൽസ്യം, അടക്കം, എന്തെല്ലാം സാധനങ്ങൾ പശുക്കൾക്ക് വാങ്ങിച്ചു കൊടുത്താലോ. അതൊരു മിണ്ടാപ്രാണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് പതിയെ നിർത്തി. നേരത്തെ നമ്മൾ പുല്ല് വെട്ടിക്കൊണ്ടാട്ടോ ഇരുന്നത്. പുല്ല് വെട്ടിക്കൊണ്ടാണ് ഇരുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോ കാര്യങ്ങൾ കൊണ്ട് മടുപ്പായി കഴിഞ്ഞപ്പോൾ കണ്ണാര വാങ്ങിച്ചു. അതിന് വേണ്ടിയിട്ട് ഷാഫ് കട്ടർ 35,000 രൂപ കൊടുത്തോർണം വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ തുരുമ്പെടുക്കാൻ തുടങ്ങി. എന്തായാലും ഇപ്പോൾ ഈ ഒരു ബിസിനസ് ഇങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് അതിനേക്ക് അങ്ങ് പോട്ടെ. ഒരു പശു നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഒരു പശു, അതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. പോകെ ഒന്ന് ഇതായിട്ട് വരുമ്പോഴേക്കും നമുക്ക് പശുവിൻ്റെ ഫാം അതൊന്ന് ഇച്ചിരി വിപുലപ്പെടുത്തണം. അപ്പോൾ അതിൻ്റെ വഴിക്ക് ഈ ഒരു ചാനലും നന്നായിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും ഞാൻ ഓരോരോ ജോലികളിൽ മുഴുകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹായ് കേട്ടോ. ഞാനിവിടെ നാട്ടിൽ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലുണ്ട്, ഞാറക്കാട്, കൊല്ലമ്പടി. ഓക്കെ, അപ്പോൾ അവിടെ കേട്ടോ നമ്മുടെ തട്ടുകടയും. രാവിലെ 6 മണി തൊട്ട് 10:30 11 മണി വരെ. പിന്നെ 4 മണി തൊട്ട് 10 മണി വരെ, 11 മണി വരെ, 10 വരെ കാണുള്ളൂ. കാരണം മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അത്ര സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ ബിസിനസ്സും കൂടെയൊക്കെ ഒരുമിച്ച് കൊണ്ടു നടക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഏതെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയാൽ പോരേന്ന്. പിന്നെ ഒരു രസമല്ലേ, വീട്ടിൽ മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ ഉണ്ടെങ്കിൽ ഒരു രസം തന്നെയാണ്. കുറച്ച് കഷ്ടപ്പാടാണ്, എന്നാൽ കൂടെ കുഴപ്പമില്ല. ഞങ്ങൾ ഇതിനെ സ്റ്റാർട്ടപ്പ് ചെയ്ത്, അതായത് നമ്മുടെ പശു ഫാം എന്നൊരു സംഭവം വന്നത് വേറൊരു സംഗതിയെ തുടർന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം കഥ പറയുമ്പോൾ പറയാവേ, കുറേശ്ശെ പറയാം. പിന്നെ എൻ്റെ ഫാമിലിയെ പറ്റി ആർക്കും അറിയില്ലായിരിക്കും. ഇപ്പം ആരെയും കണ്ടിട്ടില്ല ഞാൻ. ചേട്ടായി കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫാമിലിയെ പറ്റിയിട്ടൊക്കെ ചെയ്യാം. ആദ്യം ഞാനാരാന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ വരും. ഇത് ചെറിയ ഓരോരോ ഹിൻഡിട്ട് തരുന്നതാണേ. എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നറിയണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ കരുതിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹായ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ പുല്ല് വിട്ട് മഹാമഹം കഴിഞ്ഞിട്ട് പുല്ല് ചുമട് മഹാമഹമുണ്ട്. അതൊക്കെ കണ്ടാൽ നിങ്ങളുടെ ചങ്ക് തകരും ഗൈസ്. വെറുതെ നിങ്ങളെ വിഷമിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ നോക്കട്ടെ കേട്ടോ. ഇത് ഞാൻ തന്നെയാണ് ക്യാമറമാൻ, ഞാൻ തന്നെയാണ് എഡിറ്റിങ്, ഞാൻ തന്നെയാണ് എല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കലും ഈ പണിയലെന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരു പണി തുടങ്ങിയാണ്ടല്ലോ പട്ടയെന്ന് പറഞ്ഞിട്ട് അങ്ങ് കഴിയണം. പിന്നെ അതിനകത്തൊരു ലാഗിങ് ഒന്നും വരുത്താൻ നമ്മൾ തയ്യാറല്ല. അപ്പോൾ വീഡിയോ പിടുത്തം ഒരു സൈഡിൽ കൂടി അങ്ങ് പോകും. അതാണ് ഏറ്റവും സാരമില്ല, പോകെ ഒക്കെ ശരിയാകും അല്ലേ. ശരിയാക്കണം. ഇനി ഒരു കെട്ട് പുല്ലൂടെ ചെത്താനുണ്ട്. അപ്പോൾ അതുവരേക്കും നിങ്ങൾ വിശ്രമിക്കട്ടോ. ഞാൻ പോയി പുല്ല് എത്തിയിട്ട് വരാം. പിന്നെ ഞാൻ വെട്ടണ പുല്ല് കണ്ടിട്ട് ഇത് ഞാനല്ല വെട്ടിയ, വേറെ ആരാണെങ്കിലും വെട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. ഇവിടെ ഒരു ഈച്ച പോലും ഇല്ല, ഒരു ഈച്ച പോലും കേട്ടോ. ഇത് ഞാൻ തന്നെ വെട്ടുന്ന പുല്ലാട്ടോ. നിങ്ങൾ ഏകദേശം ഒരു കെട്ട് പുല്ല് വെട്ടിക്കഴിഞ്ഞു. ഈ ഒരു ഏരിയ തെളിക്കണമെന്ന് വിചാരിച്ച് നടക്കും തോന്നില്ല അല്ലേ. രാവിലെ എനർജി കഴിഞ്ഞു, രാവിലത്തെ ഫുഡില്ലേ.
ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എനർജി. പുല്ല് എത്തി കഴിഞ്ഞപ്പോൾ ചേട്ടായി വന്നായിരുന്നു കേട്ടോ, ആക്റ്റീവ് എടുത്തിട്ട്. പിന്നെ ഞാൻ ആക്റ്റീവ് എടുത്ത് കുറച്ച് വാഴയില വെട്ടാനുണ്ടായിരുന്നു കടയിലോട്ട്. അപ്പോൾ അത് വെട്ടിയിട്ട് വന്നിട്ട് ചേട്ടായി നേരെ പോന്ന് പുല്ലിറക്കിയിട്ടിട്ട് സാധനം എടുക്കാൻ വേണ്ടി പോയി. ഞാൻ വാഴയില വെട്ടി കട വെച്ചിട്ട് ഇങ്ങ് വന്നു. കഴിക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അരി വെക്കണം, ചോറ് വെക്കണം, അതുവരെ തട. എന്തായാലും ഇന്നത്തെ അംഗം ആറാട്ടും കഴിഞ്ഞു. ഇനി കാണും വരെ വണക്കം. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് പറയണം, ലൈക്ക് അടിക്കണം കേട്ടോ, മറന്നു പോകല്ലേ. ബായ്. അയ്യോ, എൻ്റെ റസ്ക് ചാടിപ്പോയി. ബായ്. ബായ്.